നമുക്ക് പ്രാർത്ഥിക്കാം. അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചുവല്ലോ. ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ ഈ ആരാധന ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ ദൈവത്തിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ഒരു മനസ്സോടുകൂടി ഈ ആരാധനയിൽ പങ്കുചേരുന്നു. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗായക സംഘത്തോട് ചേർന്ന് പ്രാരംഭഗാനം പാടാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രാരം തന്നെ. ആമേൻ. ഋതുത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ,
ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകലനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും ക്രിസ്തുവിലേക്ക് അടുത്തു വരാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുള്ളതാവേ, ഞങ്ങൾ കാണാതെ ആളുകളെ പോലെ നിന്റെ വഴി തന്നെ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധകൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചേരാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിശമായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. കർത്താവായ യേശു മൂലം നീ മനുഷ്യരുടെ പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. ഞങ്ങൾ ദൈവത്തോടും നീതിയോടും സുഖത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുവിൽ നിന്നും കൃപ ചെയ്യണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങൾ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോട് കൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. കർത്താവിനെ സ്തുതിക്കുവിൻ. സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് അർപ്പിടുക. സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോട് അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളത്, സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം.
ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പഴയ നിയമവേദ ഭാഗം വായിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. The Old Testament reading for this morning is taken from Joel chapter 2 verses 28 to 32. Joel 2 beginning at verse 28. And afterward I will pour out my spirit on all people. Your sons and daughters will prophesy. Your old men will dream dreams. Your young men will see visions. Even on my servants, both men and women, I will pour out my spirit in those days. I will show wonders in the heavens and on the earth, blood and fire and billows of smoke. The sun will be turned to darkness and the moon to blood before the coming of the great and dreadful day of the Lord. And everyone who calls on the name of the Lord will be delivered. For on Mount Zion and in Jerusalem there will be deliverance, as the Lord has said, among the survivors whom the Lord calls. Here ends the lesson. Thanks be to thee, O God. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാർക്കുന്നു. സകലദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമി നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. കെരൂബുകളും സറാഫുകളും നിന്നെ നോക്കിയിട്ട് വിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതനായ സത്യേക പുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ബലമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിങ്ങൾ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരുടെ കൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച് എന്നേക്കുമായി അവരെ ഉയർത്തണമേ. ദിനംപ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കർത്താവ് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങൾ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ആമേൻ. ഇന്നത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലുന്നതായിരിക്കും. Today's responsive reading is taken from the book of Psalms, Psalms 42. As the deer pants for streams of water, so my soul pants for you, O God. My soul thirsts for God, for the living God. When can I go and meet with God? My tears have been my food day and night, while men say to me all day long, where is your God? These things I remember as I pour out my soul, how I used to go with the multitude, leading the procession to the house of God, with shouts of joy and thanksgiving among the festive throng. Why are you downcast, O my soul? Why so disturbed within me? Put your hope in God, for I will yet praise him, my Savior and my God. My soul is downcast within me, therefore I will remember you from the land of the Jordan, the heights of Hermon, from Mount Mizar. Deep calls to deep in the roar of your waterfalls. All your waves and breakers have swept over me. By Day the Lord directs his love
At night his song is with me, a prayer to the God of my life. I say to God, my rock, why have you forgotten me? Why must I go about mourning, oppressed by the enemy? My bones suffer mortal agony, as my foes taunt me, saying to me all day long, where is your God? Let's read the last verse together. Why are you downcast, O my soul? Why so disturbed within me? Put your hope in God, for I will yet praise him, my Savior and my God. Here ends today's responsive reading. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ളപ്രകാരം തന്നെ. ഇന്നത്തേക്കുള്ള ലേഖനവേദ ഭാഗം നമുക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കാം. Today's second lesson is taken from Galatians chapter 5 verses 22 to 26. Galatians 5:22 to 26. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Against such things there is no law. Those who belong to Christ Jesus have crucified the sinful nature with its passions and desires. Since we live by the Spirit, let us keep in step with the Spirit. Let us not become conceited, provoking, and envying each other. Here ends the second lesson. Praise be to thee, O Christ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അതിനെ അവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവനെ നിങ്ങളോടുകൂടെ വസിക്കും, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളോടുകൂടെ അടുക്കൽ വരും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്നെ നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ചും പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തുക. ഇങ്ങനെ വിശുദ്ധ സുവിശേഷ ഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി ഗായക സംഘത്തോട് ഒരുമിച്ച് നമുക്ക് പാടാം. Show me the
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാത നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ പലയിടങ്ങളിലായി ഈ വചനത്തിൻ്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആയുസ്സായും ആരോഗ്യമായും ദൈവം കൃപ തന്നിരിക്കുന്നു. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം എന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം എന്നതാണ്. പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്കറിയുന്ന, നാം സുപരിചിതമായി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് നമുക്കായിരിക്കുന്ന ഇടങ്ങളിലൊന്ന് ചേർന്ന് പാടാം. അതിപ്രകാരമാണ്: പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ പേരുന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടുമയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടുമയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. We need Jesus Christ for our eternal life. We need Holy Spirit for our internal life. നമ്മുടെ നിത്യജീവന് നമുക്ക് യേശുക്രിസ്തു അനിവാര്യമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ കൃപയ്ക്കും ശക്തീകരണത്തിനും പരിശുദ്ധാത്മാവ് നമുക്ക് അനിവാര്യമാണ്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം നാം വായിക്കുമ്പോൾ
അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും എന്ന് എഴുതിയിരിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് വിളിക്കപ്പെട്ട രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രമായിരുന്നു പരിശുദ്ധാത്മാവ് ലഭിച്ചിരുന്നത്. എന്നാൽ യോവേൽ പറയുകയാണ്, അതിൻ്റെ ശേഷമോ സകല ജഡത്തിന്മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ അടുത്തിരിക്കുന്നു. ഈ ഒരു വാക്കുകൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ ഒത്തിരി തകർത്തു കളഞ്ഞു. അവരുടെ മനസ്സ് ചിന്താഭാരം കൊണ്ട് നിറഞ്ഞു. തങ്ങളുടെ ഗുരുവില്ലാതെ എങ്ങനെ തങ്ങൾ മുൻപോട്ട് പോകുമെന്നുള്ളത്. അവിടെയാണ് ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷ വേദഭാഗം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്നുള്ള യേശുവിൻ്റെ വാക്കുകളെ നാം കാണുന്നത്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ആ വലിയൊരു വാക്കുകളുടെ നിവൃത്തി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ കഴിഞ്ഞിരുന്ന ശിഷ്യഗണത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ അവർ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളവും ദൈവവചനം പ്രസംഗിക്കുന്ന അനുഭവത്തിലേക്ക് തിരിയുന്നതായിട്ട്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ആദിമസഭയിൽ നിറവേറപ്പെട്ടു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ, ഇന്നത്തെ ലേഖന വേദഭാഗമായ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ആത്മാവിൻ്റെ ഫലമോ. എന്നിട്ട് അവിടെ പൗലോസ് അവരോട് പറയുന്ന വാക്കുകളെ നമ്മൾ ഇങ്ങനെയാണ് 5-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഒരു ജീവിത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നതായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കഥ ഇപ്രകാരം വായിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യന് ഒരു വനത്തിൽ നിന്ന് ഒരു ഈഗിളിൻ്റെ എഗ്ഗ് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിരിക്കുന്ന സമയത്ത് ഈ ഈഗിളിൻ്റെ എഗ്ഗും അതിലേക്ക് ഉൾപ്പെടുത്തി. നാളുകൾ കടന്നുപോയി. ഈ കോഴിക്കുഞ്ഞുങ്ങളോട് ചേർന്ന് ഈഗിളിൻ്റെ കുഞ്ഞും പുറത്തു വന്നു. കോഴിക്കുഞ്ഞുങ്ങളോട് ചേർന്ന്
ഈ കഴുകൻ്റെ കുഞ്ഞും പ്രയാണം ചെയ്യുവാനായിട്ട് തുടങ്ങി. കോഴിക്കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം, അവർ നടക്കുന്ന ശൈലികൾ ഒക്കെ അനുകരിക്കുവാനായിട്ട് തുടങ്ങി. ഒരിക്കൽ പോലും അത് പറക്കുവാനായിട്ട് ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഒരു ദിവസം തൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ആകാശത്തിലൂടെ ഒരു കഴുകൻ പറന്നു പോകുന്നത് ഈ ഈഗിളിൻ്റെ കുഞ്ഞ് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആശ്ചര്യത്തോടു കൂടി നോക്കുന്ന ഈ കഴുകനെ നോക്കുന്നത് കാണുമ്പോൾ മറ്റു കോഴികൾ ഈ ഈഗിളിൻ്റെ കുഞ്ഞിനോട് പറയുകയാണ്, ആശ്ചര്യപ്പെടേണ്ട, കിങ് ഓഫ് ദ ബേർഡാണ് ആ ആകാശത്തിലൂടെ പറന്നു പോകുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവം നമ്മളെ വേട്ടയാടാറുണ്ട്. നമ്മളിൽ കാണുന്നതായ ദൈവത്തിൻ്റെ അംശത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഒരു സാധാരണ ജീവിതം പലപ്പോഴും നമ്മൾ ഈ ഈഗിളിൻ്റെ കുഞ്ഞിനെ പോലെ നമ്മൾ കാഴ്ചവെക്കാറുണ്ട്. നമുക്കറിയാം, ഈ കഥയിൽ കേട്ട ഈഗിളിൻ്റെ കുഞ്ഞിന് അതിന് ആകാശത്തിലേക്ക് പറക്കുവാനുള്ള ഒരു അംശം അതിലുണ്ട്. പക്ഷേ ഈ കോഴിക്കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് സഞ്ചരിച്ച് അത് നഷ്ടപ്പെടുത്തിയതുപോലെ നമ്മളും ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്താവിഷയം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ ആദിമസഭയിൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം ആ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ ആ ഒരു ജനത്തെ ശക്തീകരിച്ചതുപോലെ ഇന്നും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലൂടെ ഈ ലോകത്തിൽ വ്യാപരിക്കുവാൻ മതിയായതാണ്. നമ്മളിന്നിങ്ങനെ പകച്ചു നിൽക്കുന്ന സമയമാണ്. ഒരു വലിയ മഹാമാരി ലോകത്തെ മുഴുവനും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകം മുഴുവനും പകച്ചു നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ഏറ്റവും അനിവാര്യമാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. We need Holy Spirit for our internal life. നമ്മുടെ ഉള്ളിൽ ഒരു ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചേ മതിയാവൂ. നമ്മൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളെ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ മതിയായവനാണ് എന്നുള്ളതാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവനും ദൈവത്തിൻ്റെ ശക്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയും ഈ ലോകത്തെ പുതുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധിയായി വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ഏറ്റുചൊല്ലാം. ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ ജനിച്ചു, പൊന്തിയോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവ്വശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് അവൻ ജീവിക്കുന്നവരെയും മനുഷ്യരെയും ന്യായപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധമായ സംസ്കൃതത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർ ജോൺസൺ ലിബി ചാൾസ്, സലോമി ജോൺ, ജുവാൻ ജോ അഭിലാഷ്, ജയ സുനിൽ, ഫിലിപ്പ് ജോർജ് ഉമ്മൻ, അഡ്വക്കേറ്റ് മാത്യു എം നൈനാൻ, നിതീഷ് ജോൺ ജേക്കബ്, റജി മാത്യു, ചിക്കു എ ചെറിയാൻ, സുദീപ് രാജൻ വർഗീസ്, രേഷ്മ സൂസൻ ജോൺ, മേരി ആർ ജെയിംസ്, സിജിമോൾ ജോസി, എമി ജോർജ്, എമിലി ജോർജ്, മറിയാമ്മ ജോൺ, സന്ധ്യ എൽ എസ്, റയാൻ ജോർജ് ജെറി, മനോജ് പി മാത്യു, അലക്സ് തോമസ്, മൈക്കിൾ ഡൊമിനിക് ചന്ദ്ര, ഡോക്ടർ ലിബി സാമുവേൽ, റയാൻ പോൾ സൈമൺ, റിജു ചാണ്ടി, ജെ പോൾ ടൈറ്റസ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ അനു സാം, ഡേവിസ് ജോൺ എൻ, റോഷൻ മാത്യു ചെറിയാൻ, സാറാമ തോമസ്, ജോവൽ ജോസഫ്, സോമൻ ടി, ആഷ്ലി ജോർജ്, ഷേബ മറിയം എബ്രഹാം, മിഥുൻ കെ ഫിലിപ്പ് ആൻഡ് ക്ലോ സാമുവേൽ. വിവാഹ വാർഷികം മിസ്റ്റർ മാർക്കസ് ജേക്കബ് ആൻഡ് മിസ്സിസ് സുനിത മാർക്കസ്, മിസ്റ്റർ ജിസ്മോൻ ആൻ്റണി ആൻഡ് മിസ്സിസ് ഡോക്ടർ വിനീത സാംസൺ, മിസ്റ്റർ ടോണി ജോൺസൺ ആൻഡ് മിസ്സിസ് റിയ സി വർഗീസ്, മിസ്റ്റർ ജോജി റോബി ജോർജ് ആൻഡ് മിസ്സിസ് ജിൻസി അലക്സ് ജോർജ്, മിസ്റ്റർ സക്കറിയ കെ ടി ആൻഡ് മിസ്സിസ് അനിത സക്കറിയ, മിസ്റ്റർ വർഗീസ് മാത്യു കെ ആൻഡ് മിസ്സിസ് ജിജി മാത്യു, മിസ്റ്റർ തോമസ് ജേക്കബ് ആൻഡ് മിസ്സിസ് ഷിറാനി തോമസ്, മിസ്റ്റർ മോട്ടി ജോർജ് എബ്രഹാം ആൻഡ് മിസ്സിസ് എലിസബത്ത് ജയ തോമസ്, മിസ്റ്റർ ബോബി ജോസഫ് ആൻഡ് മിസ്സിസ് രേഖ ബോബി, മിസ്റ്റർ എബി കെ മാത്യു ആൻഡ് മിസ്സിസ് ഡെയ്നി എബി, മിസ്റ്റർ ജിഗു ജോസഫ് ആൻഡ് മിസ്സിസ് പ്രിനു ജിഗു, മിസ്റ്റർ സന്ദീപ് ജോൺ തോപ്പിൽ ആൻഡ് മിസ്സിസ് ജിൻസി ജോയ്, മിസ്റ്റർ റെൻസി റെയ്മൻ ആൻഡ് മിസ്സിസ് സ്മിത എലിസബത്ത് റിൻസി, മിസ്റ്റർ മാത്യു കെ വർഗീസ് ആൻഡ് മിസ്സിസ് ബീന മാത്യു. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ മിസ്റ്റർ ദിലീപ് മാമൻ കുരുവിള ആൻഡ് മിസ്സിസ് അനില വർഗീസ് പി. നമ്മുടെ തലകളെ വണക്കി ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഗായക സംഘം ഒരു പ്രത്യേക ഗാനം പാടുന്നതായിരിക്കും. Amen.
ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന നിൻ്റെ മക്കൾക്കായിട്ട് സ്തോത്രം. ഈ ഒരു വലിയ പകർച്ചവ്യാധിയുടെ നടുവിലും ജീവനുള്ളവരുടെ ലോകത്തു നിന്ന് പുതിയൊരു വർഷത്തെ ദൈവനന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനിടയാക്കുന്നതിനായിട്ട് സ്തോത്രം കരയേറ്റുന്നു. കർത്താവേ, ജന്മദിനം ആഘോഷിക്കുന്നവരെ പുതിയ വർഷത്തിൽ എല്ലാ അനുഗ്രഹം കൊണ്ടും എല്ലാ ആപത്തിൽ നിന്നും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അങ്ങ് വിടുവിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ അവസരത്തിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ മക്കൾക്കായിട്ട് സ്തോത്രം. നിത്യമായ വിശ്വസ്തതയും അറ്റുപോകാത്ത സ്നേഹവും അവരുടെ കുടുംബജീവിതത്തിൽ അധികമായി അങ്ങ് ചൊരിയണം. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, മനസ്സുകളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആയുസ്സായും ആരോഗ്യമായും കൂടെയിരിക്കുന്നു. നാം അനുഭവിക്കുന്ന സുരക്ഷിതത്വം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനുള്ളതാണ്. അതോടൊപ്പം മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളുടെയും നടുവിൽ അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള നിമിഷങ്ങൾ കൂടിയാണല്ലോ. പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ നെടുവീർപ്പുകൾ എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ മാനസികമായ എല്ലാ സംഘർഷങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവമേ, അങ്ങ് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും പകർച്ചവ്യാധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കായിട്ട്, നഴ്സുമാർക്കായിട്ട്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായിട്ട്, നമ്മുടെ ജില്ലയ്ക്കായും എല്ലാ ജില്ലകൾക്കായും സംസ്ഥാനത്തിനായിട്ടും ഇന്ത്യ രാജ്യത്തിനായിട്ടും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കായിട്ടും അതിൻ്റെ ഭരണയന്ത്രം തിരിക്കുന്ന എല്ലാവർക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വഭാവത്തിലെ പോലെ പോലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷിക്കപ്പെടുത്താത്ത ദുഷ്ടം ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ
ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗീതം പാടുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെയും പിതാവേ, അയോഗ്യരായവരോടും സകലമനുഷ്യരോടുമുള്ള സകലനന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞാൻ നിനക്ക് മഹാവിനിയും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തവനും നിന്നെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവമായി കൂടാതെ നന്ദിവരായി നേരിടേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ വരാന്തരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിൽ കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലകർമ്മങ്ങളെയും കുറിച്ചതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവൻ്റെ അപേക്ഷയും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്വവും ചെയ്തിരിക്കുന്നു.
ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തെ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. സമാപന ഗാനം ഗായക സംഘത്തോട് ഒരുമിച്ച് പാടാം. Oh
കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടെ നമുക്ക് സമാധാനത്തോടുകൂടി നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.